നമ്മുടെ ഇ സി ജിയിൽ കാണുന്ന ഒരു ചെറിയൊരു തിരമാല, ഒരു വേവ്, ഇത് ജീവൻ പോകാനുള്ളൊരു മുന്നറിയിപ്പാകുമോ? ARVD എന്ന് പറയുന്ന ഒരു ഹൃദയത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം ഇതൊരു ജനിതക രോഗമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ മസിലുകളിൽ ചെറിയ കൊഴുപ്പ് കൊണ്ടും ഫൈബ്രസ് ടിഷ്യൂ കൊണ്ടും റീപ്ലേസ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണത്. ഇത് പ്രധാനമായും എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിനെയാണ്. ഇതിങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അപകടകരമായിട്ടുള്ള അരിത്മിയ, നമ്മുടെ ഹൃദയത്തിലൊക്കെ താളം തെറ്റുന്നൊരവസ്ഥ ഉണ്ടാവാനും മരണം സംഭവിക്കാനും സാധ്യതയുണ്ട്. നമ്മുടെ ഹൃദയം ഒരു വലിയ റബ്ബർ ട്യൂബ് പോലാന്ന് വിചാരിക്കുക. ARVD എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിൽ ഇതിൻ്റെ ചെറിയൊരു ഭാഗം ഒരു സ്ക്രാച്ചൊക്കെ വന്ന ഒരു പഴകിയ ടയറിൻ്റെ ഭാഗം പോലെയായി മാറുന്നതാണ്. ഒരു രോഗം പ്രധാനമായിട്ടും ECGയിലാണ് ഇതിൻ്റെ ഒരു ചേഞ്ച് കാണുക. എപ്സിലോൺ വേവ് എന്ന് പറയും. നമുക്കറിയാം, ഇതിലിങ്ങനെ കുറേ ഇതുണ്ടല്ലോ ECGയിൽ. ഇതിൽ QRS എന്ന് പറഞ്ഞതിന് ഭാഗത്തിന് ശേഷം ഒരു ചെറിയൊരു തിരമാല പോലെ ചെറിയൊരു വേവ് കാണും. ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് V1 to V3 ലെഡ്സിലാണ് അതിൽ വ്യക്തമായിട്ട് കാണുന്നത്. ആർക്കൊക്കെയാണ് ഈ ഒരു അപകടാവസ്ഥ കൂടുതലായിട്ട് കാണുന്നത്? പ്രത്യേകിച്ച് യുവാക്കളിൽ, കഠിനമായിട്ട് വ്യായാമം ചെയ്യുന്നവരിൽ, കുടുംബ ചരിത്രമുള്ളവരിൽ. ഇതെങ്ങനെയാണ് അപകടമായി മാറുന്നത്? ഇത് പെട്ടെന്നൊരു വെൻട്രിക്കുലാർ ടാക്കിക്കാർഡിയ എന്ന് പറയും. നമ്മുടെ വെൻട്രിക്കിള്, ഹൃദയത്തിൻ്റെ ഇത് കൂടുതൽ ശക്തമായിട്ട് മിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാം. അതിലൂടെ ചിലപ്പോൾ പെട്ടെന്നുള്ള ഒരു സഡൻ കാർഡിയാക് ഡെത്ത് ഉണ്ടാക്കാം. കൂടുതലായിട്ട് ഇത് കാണാൻ സാഹചര്യം എക്സസൈസ് അമിതമായി ചെയ്യുമ്പോഴും അമിതമായി സ്ട്രെസ് എടുക്കുമ്പോഴും ആണ് എന്നുള്ളത് പ്രത്യേകം. ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നത്? കാരണം ECG എടുത്തു കഴിഞ്ഞാൽ അതിൽ എപ്സിലോൺ വേവ് കണ്ടു കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ഒരു ക്ലൂ ആണ് നൽകുന്നത്. പിന്നെ ഒരു കാർഡിയാക് MRI സ്കാൻ എടുത്തു കഴിഞ്ഞാൽ ഈ ചെറിയ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ പേശികളിലെ ചെറിയ ഭാഗങ്ങളിൽ ഈ ഫാറ്റ് റീപ്ലേസ് ചെയ്തത് കാണാൻ പറ്റും. പിന്നെ ജനറ്റിക് ടെസ്റ്റിലൂടെ ഇത് കണ്ടെത്താം. തീർച്ചയായിട്ടും ഇതിന് കൊടുക്കുന്ന ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാ കാർഡിയാക് ഡീഫിബ്രിലേറ്റർ ICD, ഇതാണ് ഏറ്റവും ജീവൻ രക്ഷിപ്പിക്കുന്ന ഉപകരണം എന്നുള്ളത്. പിന്നെ കഠിനമായിട്ടുള്ള സ്പോർട്സ് ഒഴിവാക്കണം. പിന്നെ ഹൃദയത്തിന് അപകടം ഉണ്ടാക്കുന്ന മരുന്നുകളും ഒഴിവാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ECGയിൽ കാണുന്നൊരു ചെറിയ വേവ് ആണെങ്കിലും ഇതുണ്ടാക്കുന്ന അപകടം വളരെ വലുതാണ്. ചെറുപ്പക്കാരിലൊക്കെ പ്രത്യേകിച്ച് വ്യായാമം ചെയ്തതിന് ശേഷമൊക്കെ ഹൃദയമിടിപ്പ് കാണുന്നതിനെ നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഒരു ECG